അസ്സലാമലൈക്കും. യഥാർത്ഥ സൃഷ്ടാവ് ആരാണ് എന്നതിനുള്ള വ്യക്തമായ തെളിവുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതേ അധ്യായത്തിൽ തന്നെ പറയുന്ന അധ്യായം 23 സൂറ അൽ മുഅ്മിനൂനില് 50-ാമത്തെ സൂക്തം പറയുന്നത്, മറിയമിന്റെ പുത്രനെയും അവന്റെ മാതാവിനെയും നാം ഒരു ദൃഷ്ടാന്തമാക്കിയിരിക്കുന്നു. നിവാസയോഗ്യമായതും ഒരു നീരുറവയുള്ളതുമായ ഒരു ഉയർന്ന പ്രദേശത്ത് അവർ ഇരുവരും നാം അഭയം നൽകുകയും ചെയ്തു. ഹേ ദൂതന്മാരെ, വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുകയും തീർച്ചയായും ഞാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അറിയുന്നവനാകുന്നു. തീർച്ചയായും ഇതാണ് നിങ്ങളുടെ സമുദായം, ഏക സമുദായം. ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ്. അതിനാൽ നിങ്ങൾ എന്നെ സൂക്ഷിച്ച് ജീവിക്കുകയും. ഇത് ഖുർആനില് ഈസാ നബിനെയും ഈസാ നബിയുടെ മാതാവിനെ പറ്റിയിട്ടും വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതിലുപരി അവരോട് പറയുന്നത് എന്താ? ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ്, നമ്മൾ ഏക സമുദായമാണ്, നിങ്ങൾ എന്നെയാണ് വിശ്വസിക്കേണ്ടത്, എന്നെയാണ് ആരാധിക്കേണ്ടത്, ഞാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അറിയുന്നുണ്ട് എന്ന്. ഇതേ കാര്യം നമ്മൾ ബൈബിളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. യോബ് 12:9-10 പറയുന്നത്, സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിന്റെ ശ്വാസവും അവന്റെ കയ്യിലിരിക്കുന്നു. അപ്പൊ എന്താണ് സൃഷ്ടാവിന്റെ കൈ എന്ന് പറയുന്നത്? സൃഷ്ടാവിന്റെ കൈകളെന്ന അംശമാണ് നമ്മളെ ജീവൻ നിലനിർത്തുന്നതും നമ്മളെ ഹൃദയത്തെ ചലിപ്പിക്കുന്നതും. ഇനി എബ്രായർ 1:10-11 പറയുന്നത്, കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാവുന്നു, അവ നശിക്കും, നീയോ നിലനിൽക്കും. സൃഷ്ടാവിന്റെ കൈകൾ അംശം, അതൊക്കെയാണ് സൃഷ്ടാവിന്റെ കൈകളെന്ന അംശം നമ്മളെ ജീവൻ നിലനിർത്താൻ നമുക്ക് ആവശ്യമാണ്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് അതാണ്. ഇതൊക്കെയാണ് ഇവിടെയും പറയുന്നത്. ഇനി എബ്രായർ 4:12-13 പറയുന്നത്, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമാകുന്നു, അവനുമായിട്ടാണ് നമുക്ക് കാര്യം. അപ്പോൾ സൃഷ്ടാവ് നമ്മളെ ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവന്റെ മുന്നിൽ ഒന്നും മറഞ്ഞിട്ടില്ലാന്ന്, എല്ലാം വ്യക്തമായിട്ട് നഗ്നമായിട്ട് കാണുന്നുണ്ട്, ഒന്നും അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. അപ്പൊ ആ സൃഷ്ടാവിന്റെ കൈകൾ എന്ന അംശത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അത് നമ്മളെ ജീവൻ നിലനിർത്താൻ നമുക്ക് ആവശ്യമാണെന്ന്, അതിലുപരി അത് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇയ്യോബ് 32:8 പറയുന്നത്, എന്നാൽ മനുഷ്യരിൽ ഒരു ആത്മാവുണ്ട്, സർവശക്തന്റെ ശ്വാസം തന്നെ അതാണ്. ഇവിടെയൊക്കെ പറയുന്നത് എന്താണ്? സൃഷ്ടാവിന്റെ കൈകൾ എന്ന അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നത്, അത് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇതേ ബൈബിളിൽ പറയുന്ന ഇതേ സൃഷ്ടാവനല്ലേ വിശുദ്ധ ഖുർആനിൽ നമ്മോട് പറയുന്നത്, നിങ്ങൾ എന്നെ ആരാധിക്കുക, നിങ്ങളെ ഞാൻ വലയം ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സൂറ മുഅ്മിനൂനിൽ 53 പറയുന്നത്, എന്നാൽ അവർ ജനങ്ങൾ കക്ഷികളായി പിരിഞ്ഞുകൊണ്ട് തങ്ങളുടെ കാര്യത്തിൽ പരസ്പരം ഭിന്നിക്കുകയാണ് ഉണ്ടായത്. ഓരോ കക്ഷിയും തങ്ങളുടെ പക്കലുള്ളത് കൊണ്ട് സംതൃപ്തി അടയുന്നവരാണ്. നബിയെ, അതിനാൽ ഒരു സമയം വരെ അവരെ അവരുടെ വഴികേടിലാക്കിക്കൊണ്ട് വിട്ടേക്കുകയാണ്. അവരെങ്ങനെയെങ്കിലും ഒരു സമയം വരെ അവരങ്ങനെ പോട്ടെ. സൃഷ്ടാവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസമുണ്ട്. സൃഷ്ടാവ് തീർച്ചയായും അവരോട് അതിനെപ്പറ്റി ചോദ്യം ചെയ്യുന്നതാണ്.